നമസ്കാരം, ഞാൻ വൈശാഖ്. എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ CSIR ലൈഫ് സയൻസിലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പം ഫസ്റ്റ് ചോദ്യം, അബ്സോർബ്ഡ് മോണോസാക്രൈഡ്സ് ഇൻ ഇൻറ്റസ്റ്റൈനൽ എപ്പിത്തീലിയൽ സെൽ എക്സിറ്റ് വിയ വിച്ച് ഓഫ് ദ ഫോളോവിങ് ട്രാൻസ്പോർട്ടർ. അല്ലേ, അതായത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അല്ലേ മോണോസാക്രൈഡ് അബ്സോർബ് ചെയ്യുമ്പോൾ അത് ഇൻറ്റസ്റ്റൈനൽ എപ്പിത്തീലിയൽ സെല്ലിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻ. സ്ഥിരം ചോദിക്കാറുണ്ട് ഗ്ലൂട്ടിൽ നിന്ന്. ഗ്ലൂട്ട് ഇസ് എ ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻ അല്ലേ. അപ്പം ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മോണോസാക്രൈഡ് ആയിട്ടുള്ള ഗ്ലൂക്കോസും ഫ്രക്ടോസൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടർ പ്രോട്ടീനാണ് ഗ്ലൂട്ട്. അപ്പം ഓരോ ഗ്ലൂട്ട് 2ഉം 3ഉം 4 ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ഗ്ലൂട്ടും എവിടെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പം ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ദർ ആർ 14 ഗ്ലൂട്ട് ആർ ദെയർ. ഓക്കെ, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 14 ഈസ് ദെയർ. അപ്പം അതിനകത്ത് ഗ്ലൂട്ട് 1 എവിടെയാണ് കാണുന്നത്? ഗ്ലൂട്ട് 1 ഈസ് ഇൻ എറിത്രോസൈറ്റ്. കണ്ടോ, എറിത്രോസൈറ്റിൽ കാണുന്ന ഗ്ലൂട്ടാണ് ഗ്ലൂട്ട് 1. ഓക്കെ, ദെൻ ഗ്ലൂട്ട് 2 ഇൻ ലിവർ സെൽസ്. ഓക്കെ, ലിവർ സെല്ലിലുണ്ട്. അതുപോലെ തന്നെ പാൻക്രിയാസിൽ നമുക്കറിയാം ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്ന ബീറ്റ സെൽസ് ഉണ്ട് അല്ലേ. അപ്പോൾ ബീറ്റ സെൽസിലുള്ളതാണ് ഗ്ലൂട്ട് 2. അപ്പോൾ ഗ്ലൂട്ട് 1 എറിത്രോസൈറ്റ്, ഗ്ലൂട്ട് 2 ലിവർ സെൽസ് ആൻഡ് പാൻക്രിയാസിലെ ബീറ്റ സെൽസ് അല്ലേ. ഗ്ലൂട്ട് 3 ഇൻ കേസ് ഓഫ് ന്യൂറോണൽ സെൽസ് ഓഫ് ബ്രെയിൻ. ഗ്ലൂട്ട് 3 എവിടെയാണ്? ബ്രെയിനിലെ ന്യൂറോൺസിലാണുള്ളത്. ഓക്കെ, ദെൻ ഗ്ലൂട്ട് 4 എക്സ്പ്രസ്ഡ് ഓൺലി ഇൻ ഫാറ്റ് ആൻഡ് മസിൽ സെൽസ്. എവിടെയാ? ഗ്ലൂട്ട് 4 ഫാറ്റിലും മസിൽസിലും അല്ലേ. ദാറ്റ് റെസ്പോണ്ട് ടു ഇൻസുലിൻ ബൈ ഇൻക്രീസിങ് ദെയർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ്, ദെയർ ബൈ റിമൂവിങ് ഗ്ലൂക്കോസ് ഫ്രം ബ്ലഡ്. ഇൻസുലിൻ കൂടുന്ന എപ്പോഴാണ്? ഗ്ലൂക്കോസ് കൂടുന്ന സമയത്ത്. അപ്പം ഈ ഗ്ലൂട്ട് 4 ഗ്ലൂക്കോസ് കൂടുമ്പോൾ എക്സ്പ്രസ്ഡ് ആവും, മസിലിലേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കും ഗ്ലൈക്കോജനായിട്ട്. ഓക്കെ, ദെൻ ഗ്ലൂട്ട് 5 ഓൺലി ഗ്ലൂട്ട് പ്രോട്ടീൻ റെസ്പോൺസിബിൾ ഫോർ എന്തിനാണ്? ഫ്രക്ടോസ് ട്രാൻസ്പോർട്ട്. അപ്പോൾ 1 നമ്മൾ പഠിച്ചു. 1 എവിടെയാണ് കാണുന്നത്? 1 ഈസ് പ്രസൻറ്റ് ഇൻ എവിടെയാ? എറിത്രോസൈറ്റ്. 2 ലിവർ, പാൻക്രിയാസ്, ഇൻറ്റസ്റ്റൈൻ. ദെൻ 3 എവിടെയാണ്? ന്യൂറോണൽ സെൽസ് ഓഫ് ബ്രെയിൻ. 4 എവിടെയാണ്? ഫാറ്റ് ആൻഡ് മസിൽ സെൽസ് അല്ലെങ്കിൽ അഡിപ്പോസൈറ്റ്. 5 ഫ്രക്ടോസ് ട്രാൻസ്പോർട്ട് ഇൻറ്റസ്റ്റൈനിലൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ആൻസർ ഈസ്, നോക്കിക്കേ എക്സ്പ്ലനേഷൻ നോക്കിയേ. ഈ കാണുന്നതാണ് നമ്മൾ ഫുഡ് കഴിച്ചു, ഫുഡ് ഡൈജസ്റ്റ് ആയി. ഓക്കെ, അതിനുശേഷം ദിസ് ഇസ് ബ്ലഡ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് സൈറ്റോസോൾ ആൻഡ് ദിസ് ഇസ് അവർ ഇൻറ്റസ്റ്റൈനൽ ലൂമൺ. നമ്മുടെ ഫുഡൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് ഇവിടെ വന്നു. എപ്പോഴും ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്യപ്പെടുന്നത് സോഡിയവുമായിട്ട് സിംപോർട്ടാണ്. അപ്പോൾ നമ്മുടെ ലൂമണിൻ്റെ അവിടെ അത് കണ്ടോ, ഇവിടെ ഒരു സിംപോർട്ടറുണ്ട്. സോ 2 സോഡിയം ആൻഡ് ഗ്ലൂക്കോസ് ഒരേ സമയത്ത് സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു. ദെൻ ഈ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ചെയ്ത് കണ്ടോ, ആ ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്ത് ബ്ലഡിലേക്ക് എടുക്കുന്ന ആരാണ്? ദാറ്റ് ഈസ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് ഗ്ലൂട്ട് 2. മനസ്സിലായോ? സോ അവർ ആൻസർ ഈസ് ആരാണ്? അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഗ്ലൂട്ട് 2. ക്ലിയർ ആണോ? ഓക്കെ, ദിസ് ഫിഗർ ഈസ് ആക്ച്വലി ഫ്രം ലോ ഡിഷ്. അപ്പോൾ ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് അക്വാപോറിൻ. അക്വാപോറിൻ ഇതുപോലെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അക്വാപോറിൻ 1 പ്രസൻറ്റ് ഇൻ എറിത്രോസൈറ്റ്, 2 ഈസ് ഇൻ കിഡ്നി ആൻഡ് എപ്പിത്തീലിയൽ സെൽസ്. പിന്നെ ഹ്യൂമൻ അക്വാപോറിൻ 3 ദാറ്റ് ട്രാൻസ്പോർട്ട് ഗ്ലിസറോൾ. ഇതാണ് അക്വാപോറിനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. അക്വാപോറിൻ 1 എറിത്രോസൈറ്റിൽ കാണപ്പെടും, ഗ്ലൂട്ട് 1 എറിത്രോസൈറ്റിലാണ്. 2 പ്രസൻറ്റ് ഇൻ കിഡ്നി എപ്പിത്തീലിയൽ സെൽസ്. ദെൻ 3 ട്രാൻസ്പോർട്ട് ഗ്ലിസറോൾ. പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആണ്. അടുത്തതാണ് ABC മോഡൽ ഓഫ് ഫ്ലവറിങ്. ചോദിക്കാറുണ്ട് സ്ഥിരം. അപ്പം ഇവിടെ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫ്ലോറൽ മ്യൂട്ടേഷൻ ഷോസ് ദ പാറ്റേൺ സെപ്പൽ പെറ്റൽ പെറ്റൽ. ഈ ഒരു പാറ്റേൺ കാണിക്കുന്ന മ്യൂട്ടേഷൻ. അപ്പോൾ ചോദ്യം വന്നിരിക്കുന്നത് ABC മോഡലിൽ നിന്നാണ്. നമുക്ക് പല ജീനാണ് ഓപ്ഷൻ. അഗാമസ് മ്യൂട്ടേഷനാണോ, എപ്പറ്റില്ല മ്യൂട്ടേഷനാണോ, അതോ എപ്പറ്റില്ല 3 മ്യൂട്ടേഷനാണോ, പിസ്റ്റലേറ്റ മ്യൂട്ടേഷനാണോ? വിച്ച് ഓഫ് ദ ഫോളോവിങ് മ്യൂട്ടേഷൻ കോസ് ദിസ് പാറ്റേൺ? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ ABC മോഡൽ ഓഫ് ഫ്ലവറിങ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 3 ജീനുകളുണ്ട് അല്ലേ. ജീൻ A, ജീൻ B, ജീൻ C. ഇത്തരത്തിൽ 3 ജീൻ.
എ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എപ്പറ്റെല്ല 2. ഓക്കെ, എ എപ്പറ്റെല്ല 2. 3 എന്ന് പറയുന്നത് ഈ 3 എന്ന് പറയുന്നത് എപ്പറ്റെല്ല 3 ആൻഡ് പിസ്റ്റലേറ്റ. എ എന്ന് പറയുന്നത് എപ്പറ്റെല്ല 2, ബി എന്ന് പറയുന്നത് 2 ജീനുകൾ ചേരുമ്പോഴാണ് എപ്പറ്റെല്ല 3 ആൻഡ് പിസ്റ്റലേറ്റ. ആൻഡ് സി എന്ന് പറയുന്നത് അഗാമസ് ആണ്, അഗാമസ്. ഓക്കെ, അപ്പോൾ ഇനി നോക്കിക്കേ, എപ്പറ്റെല്ല എലോൺ. ഓക്കെ, എ എപ്പറ്റെല്ല എലോൺ ഈസ് ഫോർ എന്ന് വെച്ചാൽ എ ഈസ് ഫോർ സെപ്പൽ. ഓക്കെ, എ ഈസ് ഫോർ സെപ്പൽ. ഇനി എയും ബിയും കൂടെ എ പ്ലസ് ബി, കണ്ടോ, എയുടെ പോർഷനും ബിയുടെ പോർഷനും അങ്ങനെ വരുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? പെറ്റൽ ഫോം ചെയ്യുന്നത്. എ എലോൺ ഫോം സെപ്പൽ, എ പ്ലസ് ബി ഓവർലാപ്പ് ചെയ്ത് വരുന്നത് കാണാമല്ലോ അല്ലേ, ഇവിടെ ഓവർലാപ്പിംഗ് വരുന്നുണ്ട്. സോ എ പ്ലസ് ബി ഫോം പെറ്റൽ. ദെൻ അടുത്തത് ഏതാണ്? ബിയും സിയും കൂടെ ചേരുമ്പോൾ, കണ്ടോ, ബിയും സിയും കൂടെ ചേരുമ്പോൾ എന്ത് ഫോം ചെയ്യും? സ്റ്റേമൻ ഫോം ചെയ്യും. ഓക്കെ, സി എലോൺ ക്യാൻ ഫോം കാർപ്പൽ. മനസ്സിലായോ? അപ്പോൾ ഇനി മ്യൂട്ടേഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഓക്കെ, മ്യൂട്ടേഷൻ പഠിക്കുന്ന സമയത്ത് സപ്പോസ് എക്കാണ് മ്യൂട്ടേഷൻ എങ്കിൽ എ ഈസ് മ്യൂട്ടേറ്റഡ്, അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവില്ല? സെപ്പൽ ഉണ്ടാവില്ല അല്ലേ? പെറ്റൽ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ബാക്കിയുള്ള ഇവിടെയുള്ള സ്റ്റേമൻ തന്നെ ഇവിടെ കാണും. കാരണം അഗാമസ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും, അഗാമസും ഈ പറയുന്ന ജീനും കൂടെ ചേർന്നിട്ട്, അതായത് ബി ജീനും കൂടെ ചേർന്നിട്ട് ഇവിടെയും സ്റ്റേമൻ ഉണ്ടാവും, ഇവിടെയും കാർപ്പൽ ഉണ്ടാവും. അപ്പോൾ ഉണ്ടാകുന്ന പാറ്റേൺ ആണ് കാർപ്പൽ സ്റ്റേമൻ സ്റ്റേമൻ കാർപ്പൽ. ഓക്കെ, സപ്പോസ് ജീൻ മ്യൂട്ടേഷൻ ഓൺ അഗാമസ് ആണെങ്കിലോ, അഗാമസിലാണ് മ്യൂട്ടേഷൻ എങ്കിൽ അപ്പറ്റെല്ല 2 ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും അല്ലേ, അപ്പറ്റെല്ല 2 ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ സെപ്പൽ ഫോം ചെയ്തു, പെറ്റൽ ഫോം ചെയ്തു. അഗെയിൻ ഇവിടെ എ ആണുള്ളത് അല്ലേ, എയും അതേപോലെ തന്നെ ബിയും കൂടെ ചേർന്നിട്ട് ഇവിടെ പെറ്റൽ ഫോം ചെയ്യും, ദെൻ ഇവിടെ സെപ്പൽ ഫോം ചെയ്യും. ഇതാണ് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് പോവുക. സോ അതല്ലേ നമ്മളോട് ചോദിച്ചിരുന്നത്, കണ്ടോ, സെപ്പൽ പെറ്റൽ പെറ്റൽ ഈ ഓപ്ഷനാണ് അല്ലേ. അപ്പം ഇവിടെ മ്യൂട്ടേഷൻ ഓൺ ഏത് ജീന? സിയിലാണ് മ്യൂട്ടേഷൻ, സിയിലാണ് മ്യൂട്ടേഷൻ. അഗാമസിൽ മ്യൂട്ടേഷൻ വരുവാണെങ്കിൽ അഗാമസ് ഈസ് മ്യൂട്ടേറ്റഡ്, അപ്പറ്റെല്ലാം അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പം ഇവിടെ ഉള്ളത് സെപ്പൽ പെറ്റൽ, അഗെയിൻ ബിയും എയും കൂടെ ചേർന്ന് പെറ്റൽ ഫോം ചെയ്യും, എ മാത്രമായിട്ട് സെപ്പലും ഫോം ചെയ്യും. അപ്പം ഇത് റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഈ ഒരു കേസാണ് ഇവിടെ പറഞ്ഞത്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ, അഗാമസ് ഈസ് കറക്റ്റ് അല്ലേ. അഗാമസിൽ മ്യൂട്ടേഷൻ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു പാറ്റേൺ കാണാൻ സാധിക്കുക. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ എബിലിറ്റി ഓഫ് ദ സെൽ ടു റെസ്പോണ്ട് ടു സ്പെസിഫിക് ഇൻഡ്യൂസിങ് സിഗ്നൽ? ചോദിക്കാറുള്ള ചോദ്യമാണ് അല്ലേ. സിഗ്നലിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അല്ലേ, ഒരു സെല്ല് റെസ്പോണ്ട് ചെയ്യണം, ഒരു സിഗ്നലിനോട് സെല്ല് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ ദാറ്റ് സെൽ ഷുഡ് ബി കോമ്പീറ്റൻറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിലേതാ കറക്റ്റ് ആൻസർ? സി ആണ് കറക്റ്റ് ആൻസർ. കോമ്പീറ്റൻ്റ് ആയിരിക്കണം. ആ സെല്ല് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ ആ സെല്ല് കോമ്പീറ്റൻ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം. ഇതെല്ലാം പ്രധാനപ്പെട്ട ബി പാർട്ട് ചോദ്യങ്ങളാണ്. നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഇതേപോലെ തന്നെ നമുക്ക് സി പാർട്ട് ചോദ്യങ്ങളും കൂടെ നോക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ടിപ്പിക്കലി ട്രൂ ഫോർ ഇൻവാസീവ് സ്പീഷ്യസ്? ഇൻവാസീവ് സ്പീഷ്യസിന് ട്രൂ ആയിട്ടുള്ള കാര്യം ഏതാണ്? ദേ ആർ സെലക്റ്റഡ്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ദേ ആർ സെലക്റ്റഡ്, ദേ ആർ കെ സെലക്റ്റഡ് അല്ലേ. ദെൻ ദേ ആർ ഹാബിറ്റാറ്റ് സ്പെഷ്യലിസ്റ്റ്, ദേ ആർ ഓൾവേസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹ്യൂമൻ. നമുക്കറിയാം അത് നിർബന്ധമില്ല, ദേ ആർ നോട്ട് ഓൾവേസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹ്യൂമൻ, അത് ശരിയാവണമെന്നില്ല അല്ലേ. ദേ ആർ ഹാബിറ്റാറ്റ് സ്പെഷ്യലിസ്റ്റ് അടുത്ത ഓപ്ഷൻ. ദെൻ ദേ ആർ കെ സെലക്റ്റഡ്, ആർ സെലക്റ്റഡ്. ഏതായിരിക്കും? അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് വാട്ട് ആർ സെലക്റ്റഡ് സ്പീഷീസ്, വാട്ട് ആർ കെ സെലക്റ്റഡ് സ്പീഷീസ്. ആദ്യം നമ്മളത് മനസ്സിലാക്കണം. ഇൻ കേസ് ഓഫ് ആർ സെലക്റ്റഡ് സ്പീഷീസ്, ഈ ഒരു പ്ലാന്റിനെ നോക്കിക്കേ, എന്തൊക്കെയാണ് പ്രത്യേകത? സ്മോൾ സൈസാണ് അല്ലേ, റാപ്പിഡായിട്ട് ഗ്രോത്ത് നടത്തും, ലൈഫ് സ്പാൻ കുറവാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ആർ സെലക്റ്റഡ് സ്പീഷീസ് ദാറ്റ് ഹാവ് എ ഹൈ റേറ്റ് ഓഫ് പെർ ക്യാപിറ്റ പോപ്പുലേഷൻ ഗ്രോത്ത്. ഓക്കെ, ആർ ബട്ട് പുവർ കോമ്പറ്റീഷൻ. ഇവരുടെ പ്രത്യേകത ഇതാണ്, കോമ്പറ്റീഷൻ കുറവാണ്. ഓക്കെ, പക്ഷേ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും, ഹൈ ഗ്രോത്ത് റേറ്റ്. ദെൻ ഗ്രോസ് ക്വിക്ക്ലി, റീച്ച് റീപ്രൊഡക്റ്റീവ് ഏജ് ഏർലി. അതായത്
വളരെ കുറച്ച് സമയം അവർക്ക് ആയുസുള്ളൂ. അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ അവരെന്തെത്തും, റീപ്രൊഡക്റ്റീവ് ഏജ് എത്തും, റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എത്തും. അപ്പോൾ അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതൽ കിട്ടുന്നത് 6 സെലക്റ്റഡ് സ്പീഷീസിനാണ്. ഓക്കെ, അപ്പം ദ ഡിവോട്ടിങ് മച്ച് ഓഫ് ദ എനർജി ഫോർ പ്രൊഡ്യൂസിങ് ലാർജ് നമ്പർ ഓഫ് സീഡ്സ് ദാറ്റ് ഡിസ്പേഴ്സ് വൈഡ്ലി, അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്. ഇപ്പോൾ ഈ പ്ലാന്റിൻ്റെ കേസ് ആണെങ്കിൽ ധാരാളം സീഡ്സ് ഉണ്ട്, സ്മോൾ സീഡ്സ് ഉണ്ട്, ഗുഡ് ഫോർ ഡിസ്പേഴ്സൽ. ഇത്തരത്തിലുള്ള ഇതൊരു എക്സാമ്പിളാണ്, ഒരു സ്മോൾ ചെറിയ ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ് ഫോർ 6 സെലക്റ്റഡ് സ്പീഷീസ്. അപ്പോൾ കെ സെലക്റ്റഡ് എന്തായിരിക്കും, നേരെ ഓപ്പോസിറ്റഡ് ആയിരിക്കും. ഇവിടെ മോർ ഓർ ലെസ് സ്റ്റേബിൾ പോപ്പുലേഷൻസ് അല്ലേ, ആൻഡ് അഡാപ്റ്റഡ് ടു എക്സിസ്റ്റ് അറ്റ് ഓർ നിയർ ദ ക്യാരിയിങ് കപ്പാസിറ്റി കെ ഓഫ് ദ എൻവയോൺമെൻറ്റ്. കെ സെലക്റ്റഡിൻ്റെ പ്രത്യേകത, എക്സാമ്പിൾ നമുക്കൊരു ട്രീ ഒരു എക്സാമ്പിളാണ്. ട്രീ കുറേ നാളെടുക്കും വളരാൻ, ഗ്രോത്ത് കുറവാണ് എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ദെൻ ലൈഫ് സ്പാൻ പ്രൊഡ്യൂസ് സീഡ്സ് റിപ്പീറ്റഡ്ലി വെൻ മെച്ചർ. സീഡൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ കുറച്ച് സമയം എടുക്കും അല്ലേ. ആൻഡ് ദീസ് സീഡ്സ് ആർ ബിഗർ ദാൻ ദോസ് ഓഫ് 6 സെലക്റ്റഡ് സ്പീഷ്യസ്. ഒരു ട്രീയെ നോക്കുക, പ്രത്യേകത എന്താ, ലാർജ് സൈസ്, ഗ്രോത്ത് കുറവാണ്, ലൈഫ് സ്പാൻ കൂടുതലാണ്. അപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള, ഇവർ ഇത്രയും നാൾ ജീവിച്ചിരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയെങ്കിൽ മാത്രമേ ദേ ക്യാൻ റീപ്രൊഡ്യൂസ് അല്ലേ. ആൻഡ് ലാർജർ സീഡാണ്, ഡിസ്പേർഷനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ ഫ്രം ദീസ് ഫീച്ചേഴ്സ് അല്ലേ, എന്തൊക്കെയാണ്, റേറ്റ് ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് ഇൻക്രീസ് ആർക്കാണ് കൂടുതൽ, 6-നാണ് കൂടുതൽ. ഡെവലപ്മെൻറ്റ് കൂടുതൽ ആർക്കാണ്, റാപ്പിഡ് ഡെവലപ്മെൻറ്റ് 6 സെലക്റ്റഡിനാണ്. റീപ്രൊഡക്റ്റീവ് റേറ്റ് കൂടുതൽ 6 സെലക്റ്റഡിനാണ് അല്ലേ. ദെൻ റീപ്രൊഡക്റ്റീവ് ഏജ്, ഏറ്റവും ആദ്യം മെച്ചർ ആവുന്ന ആൾക്കാർ അത്രയും കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ അത് വെച്ച് നോക്കുമ്പോൾ 6 സെലക്റ്റഡ് ഈസ് ഗുഡ് അല്ലേ. ദെൻ ബോഡി സൈസ്, ചെറിയ ആൾക്കാർക്കാണ് കൂടുതലും അല്ലേ. ഇൻവാസീവ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചെറിയ സൈസ് ആണെങ്കിൽ അവർ കുറച്ചുകൂടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എൻവയോൺമെൻറ്റുമായിട്ട്. ദെൻ ലെങ്ത് ഓഫ് ലൈഫ്, ഷോർട്ടാണ് അല്ലേ. ഷോർട്ട് ലൈഫ് സ്പാനിൽ അവർ മാക്സിമം നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യും. കോമ്പറ്റേറ്റീവ് എബിലിറ്റി അവർക്ക് വീക്കാണ്, പക്ഷേ അത് കുഴപ്പമില്ല, ബിക്കോസ് ലാർജ് നമ്പർ ഉണ്ട് അല്ലേ. ദെൻ സർവൈവൽഷിപ്പ്, ഹൈ മോർട്ടാലിറ്റി ഓഫ് യങ് വൺ, ടൈപ്പ് 3 കർവ് ഒക്കെ നമ്മൾ പഠിക്കും. ദെൻ പോപ്പുലേഷൻ സൈസ് ഇസ് വേരിയബിൾ, ഡിസ്പേഴ്സൽ എബിലിറ്റി ഈസ് ഗുഡ്. ഓക്കെ, അപ്പം ഇതൊക്കെ ഉള്ളത് കൊണ്ട് 6 സെലക്റ്റഡ് കണ്ടോ, വീഡി പ്ലാന്റ്സ്, സ്മോൾ ഫിഷ്, ഇൻസെക്റ്റ്, ബാക്ടീരിയ, ഇതെല്ലാം തന്നെ 6 സെലക്റ്റഡ് സ്പീഷീസ് ആണ്. ഇൻവാസീവ് സ്പീഷീസ് ഏറ്റവും നല്ല ചോയ്സ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് 6 സെലക്റ്റഡ് സ്പീഷീസ്. ഓക്കെ, നോട്ട് കെ സെലക്റ്റഡ് സ്പീഷീസ്. അടുത്തത് സെൻപ കണ്ടെയ്നിങ് ന്യൂക്ലിയോസം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സെൻപ? ഓക്കെ, സെൻപ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ വേരിയൻ്റ് ഓഫ് ഹിസ്റ്റോൺ. കണ്ടെയ്നിങ് ന്യൂക്ലിയോസംസ് ആർ ഫൗണ്ട് അറ്റ് സെൻട്രോമറിക് റീജിയൺ. നമ്മൾ ജീനോം ഓർഗനൈസേഷൻ പഠിക്കുമ്പോൾ പഠിക്കും, പല ടൈപ്പ് ഓഫ് ഹിസ്റ്റോൺ ഉണ്ട്, 1 മുതൽ 4 വരെയൊക്കെ നമ്മൾ പഠിക്കും. അപ്പം ന്യൂക്ലിയോസോം ഫോം ചെയ്യുന്ന കാര്യം പഠിക്കും. അപ്പോൾ അതിൽ പ്രത്യേക ചില സിറ്റുവേഷനിൽ നമ്മുടെ സെൻട്രോമിയറിൻ്റെ റീജിയണിൽ കാണുന്ന ഒരു വേരിയൻ്റാണ്, അതാണ് ചോദ്യം. ഞാൻ ഏത് വേരിയൻ്റാണെന്ന് ഇപ്പോൾ പറയുന്നില്ല. ഒരു ഹിസ്റ്റോൺ വേരിയൻ്റാണ് സെൻബ. ആൻഡ് സെൻബ ഈസ് എ വേരിയൻ്റ് ഓഫ് വിച്ച് വൺ ഓഫ് ഫോളോവിങ് ഹിസ്റ്റോൺ അല്ലേ. H1, H2A, H3 ആൻഡ് H4. സെൽ സൈക്കിളൊക്കെ പഠിച്ച ആൾക്കാർക്ക് കൃത്യമായിട്ടത് മനസ്സിലാവും. ഓക്കെ, നമുക്കറിയാം സെൽ സൈക്കിൾ പഠിക്കുമ്പോൾ മെറ്റാഫേസിൽ ക്രോമസോമിൻ്റെ സെൻട്രോമിയറിലുള്ള കൈനറ്റോകോറിലേക്ക് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യും. അപ്പം നമ്മളുടെ ക്രോമസോമുണ്ട്, ക്രോമസോമിൻ്റെ സെൻട്രോമിയർ പോർഷനുണ്ട്. സെൻട്രോമിയറിലെ H3യുടെ വേരിയൻ്റാണ് സെൻബ. ഓക്കെ, H3യുടെ വേരിയൻ്റാണ് സെൻബ. ഈ സെൻബയിലേക്കാണ് കൈനറ്റോകോർ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ അറ്റാച്ച് ചെയ്യുന്നതും ആ കൈനറ്റോകോറിലേക്കാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ ആണോ? സോ അവർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, അല്ലെങ്കിൽ ഓപ്ഷൻ ID 679, ദാറ്റ് ഈസ് H3 വേരിയൻറ്റ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ദ മൈറ്റോകോൺഡ്രിയൽ പ്രോട്ടീൻ സിന്തസിസ് ഈസ് ഓഫ് പ്രോകാരിയോട്ടിക് ഒറിജിൻ. Following statements are made about ribosome from bacteria and mitochondria. അതായത് താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ഇതിലേതാണ് കറക്റ്റ് എന്ന് നോക്കണം. ദ ബാക്ടീരിയൽ റൈബോസോം കൺസിസ്റ്റ് ഓഫ് സ്മോൾ ആൻഡ് ലാർജ് സബ് യൂണിറ്റ് ഓഫ് 30S 50S. കറക്റ്റ് ആണോ? ആലോചിക്കുക. ബാക്ടീരിയയുടെ കേസിൽ റൈബോസോം
30S-ഉം 50S-ഉം ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് കറക്റ്റ്. ഇവിടം വരെ കറക്റ്റാണ്. ബാക്കി നമുക്ക് നോക്കാം. അതായത് സ്മോൾ സബ് യൂണിറ്റ് ഈസ് 30S, ലാർജ് സബ് യൂണിറ്റ് ഈസ് 50S. കറക്റ്റാണ്. ഓക്കെ. ദെൻ ഇൻ മൈറ്റോകോൺട്രിയ ഓഫ് മാമൽസിൻ്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദിസ് ഇസ് നോട്ട് കറക്റ്റ് കേസ് അല്ലേ. 1350 അല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാമൽസിൻ്റെ കേസ് നമുക്കറിയാം. പക്ഷേ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻ കേസ് ഓഫ് മൈറ്റോകോൺട്രിയ ഓഫ് മാമൽസിൻ്റെ മൈറ്റോകോൺട്രിയയിലെ റൈബോസോം ദാറ്റ് ഈസ് നോട്ട് ഏതാ 80S-ഉം അല്ല 40S-ഉം അല്ല അല്ലേ. മാമൽസിൻ്റെ കേസ് നമുക്കറിയാം 80S-ഉം 40S-ഉം ആണ് അവിടുത്തെ റൈബോസോമിൻ്റെ സബ് യൂണിറ്റ്. ബട്ട് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻ കേസ് ഓഫ് മൈറ്റോകോൺട്രിയ ഓഫ് മാമലിൻ്റെ സെല്ലിലെ മൈറ്റോകോൺട്രിയയിലെ റൈബോസോമിൻ്റെ കേസ് ദാറ്റ് ഈസ് കറക്റ്റാണ്. 28S ആൻഡ് 39S. 28S-ഉം 39S-ഉം ആണ്. ഓക്കെ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഒന്ന് ശരിയായി, എ എന്ന് പറയുന്നത് കറക്റ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ നമുക്ക് നോക്കിക്കളയാം. ഇതിൽ BC വരില്ല, കാരണം എ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇത് വരില്ല, എയ്തർ എ ഓർ ഡി. നമുക്കിപ്പോൾ തന്നെ ഒരു 50-50 ചാൻസ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. ദെൻ ഇൻ ബാക്ടീരിയൽ റൈബോസോംസ്, ബാക്ടീരിയയുടെ റൈബോസോമിൻ്റെ കേസിൽ RNA പ്രോട്ടീൻ റേഷ്യോ, RNAയും പ്രോട്ടീനും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഈസ് അബൌട്ട് 2:1. ഇൻ മൈറ്റോകോൺട്രിയ ദാറ്റ് ഈസ് 1:2. ഇതാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് നോക്കാം. Then both bacterial and mitochondrial ribosome consist of 30 and 50. തെറ്റല്ലേ? അത് തെറ്റാണ്. ബാക്ടീരിയലും മൈറ്റോകോൺട്രിയൽ റൈബോസോം കൺസിസ്റ്റ് ഓഫ് 30-50 തെറ്റാണ്. വ്യത്യാസമുണ്ട് അല്ലേ. നമുക്കിപ്പോൾ കണ്ടു, കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ബോത്ത് ബാക്ടീരിയൽ ആൻഡ് mitochondrial ribosome consist of RNA and protein in 1:1 ratio. 1:1 ratio ആണോ? എത്ര RNA ഉണ്ട് അത്രയും പ്രോട്ടീൻ ആണോ? അല്ല, ഒരിക്കലും അല്ല. അപ്പം നമുക്കിപ്പോൾ ആൻസർ കിട്ടി. കറക്റ്റ് ആൻസർ ഈസ് നോട്ട് ഡി, കറക്റ്റ് ആൻസർ ഈസ് എ. അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. ഇൻ കേസ് ഓഫ് പ്രോകാരിയോട്ട് റൈബോസോം ഈസ് 70S അല്ലേ. 70S റൈബോസോമാണ്. ലാർജ് സബ് യൂണിറ്റും സ്മോൾ സബ് യൂണിറ്റും ഉണ്ട്. ആൻഡ് ലാർജ് സബ് യൂണിറ്റ് ഈസ് 50S. ഇനി ഇത് പഠിച്ചാൽ യൂക്യാരിയോട്ട് പഠിക്കാൻ എളുപ്പമാണ്. 70യുടെ 10 കൂട്ടിയാൽ മതി. ദാറ്റ് ഈസ് 80S ഇൻ കേസ് ഓഫ് യൂക്യാരിയോട്ട് അല്ലേ. 80S ഇൻ കേസ് ഓഫ് യൂക്യാരിയോട്ട്. ദെൻ അടുത്തത് ലാർജ് സബ് യൂണിറ്റ് ഇൻ പ്രോകാരിയോട്ട് ദാറ്റ് ഈസ് 50S. 10 കൂട്ടിയാൽ 60 കിട്ടി. ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് യൂക്യാരിയോട്ട്. ദെൻ അടുത്തത് സ്മോൾ സബ് യൂണിറ്റ് 30S ആണ് ഇൻ കേസ് ഓഫ് പ്രോകാരിയോട്ട്. 10 കൂട്ടുക 40S കിട്ടി. ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് ഏതാണ്? യൂക്യാരിയോട്ട്. മനസ്സിലാവുമല്ലോ. ദെൻ ഇവിടെ RNA പറഞ്ഞിട്ടുണ്ട്, പ്രോട്ടീൻ പറഞ്ഞിട്ടുണ്ട്. RNA നോക്കിക്കേ, 5SR RNA. 5SR RNA ബാക്ടീരിയ ആണ് അല്ലെങ്കിൽ പ്രോകാരിയോട്ടാണ്. ദെൻ 23SR RNA. പ്രോട്ടീൻ നോക്ക്, ലാർജ് സബ് യൂണിറ്റിൽ 34 പ്രോട്ടീൻസ് ഉണ്ട്. സ്മോളിൽ 16SR RNA ആൻഡ് 21 പ്രോട്ടീൻ. ക്ലിയർ ആണല്ലോ. ഇത് പഠിച്ചു വെക്കണം. അറ്റ്ലീസ്റ്റ് RNA എങ്കിലും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഈസ് യൂക്യാരിയോട്ടിക് റൈബോസോം. ഇവിടെ ഞാൻ പറഞ്ഞു 70 ആണ്. 10 കൂട്ടിയാൽ യൂക്യാരിയോട്ട് കിട്ടും 80. കണ്ടോ, ഇവിടെ പ്രോകാരിയോട്ടിൽ 50 ആണ്. 10 കൂട്ടിയാൽ 60 കിട്ടി അല്ലേ. ലാർജ് സബ് യൂണിറ്റ് ഓഫ് യൂക്യാരിയോട്ട്. ദെൻ സ്മോൾ ഇൻ പ്രോകാരിയോട്ട് ഈസ് 30. 10 കൂട്ടിയാൽ 40 കിട്ടി. ഇതും അതേപോലെ പഠിച്ചു വയ്ക്കുക. 5.8S, 5S, 28SR RNA. ഇതാണ് ലാർജ് സബ് യൂണിറ്റിലെ RNA. പ്രോട്ടീൻസ് ആർ 49 പ്രോട്ടീൻസ് അല്ലേ. ദെൻ സ്മോൾ സബ് യൂണിറ്റിലേക്ക് വരുമ്പം 18SR RNA, 33 പ്രോട്ടീൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ 2 ഫിഗറും പഠിച്ചു വയ്ക്കുക. ഓക്കെ, ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അടുത്തത് ഐഡൻറ്റിഫൈ ദ കൺഫോർമേഷൻ ഓഫ് റൈബോസ് ബിലോ. ഷുഗർ പക്കറിങ് അത്തരത്തിൽ ന്യൂക്ലിയോടൈഡിൻ്റെ സ്ട്രക്ചറിൽ നിന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അടുത്ത ഒരു ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ്. കൺഫോർമേഷൻ. ഏത് കൺഫോർമേഷനാണിത്? C2 എൻഡോയാണോ, എക്സോയാണോ, C3 എൻഡോയാണോ, C5 ആണോ? നമുക്കറിയാം ബേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എപ്പോഴും C1 ആയിരിക്കും. സോ ഇത് C2 ആണ് അല്ലേ. മേളിലേക്ക് നിൽക്കുന്നത് C2 ആണ്. എന്താണ് ഷുഗർ പക്കറിങ്? എൻഡോ, എക്സോ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അതായത് രണ്ടാമത്തെ കാർബൺ ഈ 5ൻ്റെ ഡയറക്ഷനിലേക്കാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എൻഡോ. സെയിം ഡയറക്ഷൻ 5ൻ്റെ ഡയറക്ഷനിലേക്കാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് C2 എൻഡോ.
അല്ല മൂന്നാമത്തെ കാർബണാണ് C5ൻ്റെ ഡയറക്ഷനിലേക്കെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് C3 എൻഡോ. അപ്പം ഈ ഒരു കേസിൽ നമുക്ക് കാണാം ബേസ് ഇതാണ് അല്ലേ, അതായത് ദിസ് ഇസ് C1, സോ ദിസ് ഇസ് C2, ഇവിടെ C5 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ C5ൻ്റെ ഡയറക്ഷനിലേക്ക് രണ്ടാമത്തെ കാർബണാണ് അല്ലേ, അപ്പോൾ ഏതായിരിക്കും C2 എൻഡോ ഈസ് ആൻസർ, C2 എൻഡോ. ബാക്കിയെല്ലാം റോങ് അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് C പാർട്ടുമായിട്ട് വേറൊരു സെഷൻ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്